ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് കോയടൻ്റെ റെസിപ്പിയാണ്. കോയട എന്ന് പറഞ്ഞാൽ നമുക്ക് നോമ്പിനൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് കോയട എന്ന് പറയുന്നത്. നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന കോയട എന്ന് പറയുന്നത് ബേക്കറി സ്റ്റൈലിലുള്ള കോയടാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരുപാട് ദിവസം വരെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന കേട്ടോ. വാട്ടിയിട്ട് വേണമെങ്കിൽ ഒരു 6 മാസം വരെ ഫ്രീസറിലും വെക്കാം. പൊരിച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച വരെ കുപ്പിയിലിട്ട് പുറത്തന്നെ വെക്കുകയും ചെയ്യാം. അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ മസാല ആണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1 കിലോ ബ്രസ്റ്റ് പീസ് ചിക്കൻ ബ്രസ്റ്റ് പീസ് വാങ്ങിച്ചിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളകും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ചേർത്ത് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണിത്. 1 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റ് കേട്ടോ. പിന്നെ വേണ്ടത് 1 കിലോ ഉള്ളി തന്നെയാണ് ഞാൻ എടുത്തത്. 1 കിലോ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞ് വെച്ചതാണിത്. അതിലേക്ക് ഒരു 3-4 പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ ചോപ്പറിൽ അരിഞ്ഞ് വെച്ചതാണിത്. അതും 1 കിലോ തന്നെയാണ് വെയിറ്റ്. പിന്നെ വേണ്ടത് നമ്മൾ ചിരണ്ടിയ തേങ്ങ ആണ്. ഒരു 2 കപ്പ് ചിരണ്ടിയ തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് തേങ്ങ കേട്ടോ. ഇതിന് നമുക്ക് തേങ്ങാപ്പീരൊന്നും പറ്റില്ല, തേങ്ങ തന്നെ വേണം. അപ്പോൾ ഒരു 2 കപ്പോളം തേങ്ങയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഉള്ളി അരിഞ്ഞിട്ട് അളന്ന് നോക്കിയാൽ മതി, അത്ര തന്നെയാണ് തേങ്ങ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ചട്ടി ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചതില്ല, അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒന്നിച്ച് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ആ ഒരു ഞാൻ പറഞ്ഞല്ലോ തേങ്ങൻ്റെ അളവ് എന്ന് പറയുന്നത് ഉള്ളി എത്രയാണോ ഉള്ളത് അത് അരിഞ്ഞതിന് ശേഷം അളന്ന് നോക്കുക, അത്ര തന്നെ തേങ്ങ എടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന വരെ കളറൊന്ന് മാറുന്ന വരെ ഇളക്കിക്കൊണ്ട് നിന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറിയ മീഡിയം തീ ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഒരു തേങ്ങക്കും ഉള്ളിക്കൊക്കെ വേണ്ടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവട്ടെ. അപ്പോൾ അതാ ആ ഒരു ഉള്ളിയൊക്കെ ചുരുങ്ങി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല, ഈ ഒരു കളറിൽ കിട്ടുകയും വേണം കേട്ടോ. അപ്പോൾ അതാ ഇത് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ആ ചിക്കനും ഞാൻ പറഞ്ഞല്ലോ 1 കിലോ ആണ് ചിക്കൻ്റെ വെയിറ്റ് വരുന്നത്. അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കൂടെ വറന്നിട്ട് നന്നായിട്ട് ഒരു എന്താ പറയുക മൂന്നും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവാത്തൊരു കോലത്തിലേക്കായി വരും. ആ ഒരു കളറിലാകണ വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ അത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇതിപ്പോൾ കണ്ടാൽ നമുക്ക് ഇറച്ചി ഏതാണ് ഉള്ളി ഏതാണ് തേങ്ങ ഏതാണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇത്രയും ഡ്രൈ ആയിട്ട് നന്നായിട്ട് ഡ്രൈ ആകണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മല്ലിയില അരിഞ്ഞ് വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സാധാരണ പറയുന്ന പോലെയല്ല, ഈ മല്ലിയില ഇട്ടതിൻ്റെ ശേഷം 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറയില്ല തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇട്ടാൽ മതി. ഇതങ്ങനെയല്ല, ഇത് നമ്മൾ ഒരുപാട് കാലം സൂക്ഷിക്കേണ്ടതായതുകൊണ്ട് ഇത് ഇട്ടതിൻ്റെ ശേഷം 2-3 മിനിറ്റ് നേരം വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് നമ്മൾ ഗരം മസാലപ്പൊടിയാണ് ഇടുന്നത്. ബാക്കി ഞാൻ പറഞ്ഞില്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇട്ടതാണ്, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഇതിൽ ചേർക്കേണ്ടില്ല. അപ്പോൾ അത് ഏകദേശം നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കോയടൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമുക്കിത് വേറൊരു ബോക്സിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു മസാല ഞാൻ പറഞ്ഞില്ലേ, മസാല ആയിട്ട് തന്നെ വെക്കാനും കുറേ വെക്കാൻ പറ്റുന്ന മസാലയാണ്. അത്രയും ഡ്രൈ ആക്കി എടുത്തതുകൊണ്ട് കേടാവൊന്നുമില്ല. അപ്പോൾ ഞാനത് ചൂടാറിയതിന് ശേഷം ഒരു ബോക്സിലേക്ക് മാറ്റിയെടുത്തതാണ്. ഈ ഒരു മസാല നിങ്ങൾക്ക് ഒരു അപ് ടു 2 മന്ത്സ് വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒന്നും ആവില്ല, കേടൊന്നും ആവില്ല. കാരണം അത്രയും നമ്മൾ ഡ്രൈ ആക്കി എടുത്തതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം തീരില്ല. അപ്പോൾ കുറേ നാൾ കേടാവാണ്ട് നിൽക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വലിയ ക്വാണ്ടിറ്റി ആണ് കേട്ടോ കാണിക്കുന്നത്, ബൾക്കായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു 5 കപ്പ് അല്ലെങ്കിൽ 6 കപ്പൊക്കെ പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. സുമാർ എനിക്ക് തോന്നുന്നു 6 കപ്പ് പൊടിയോളം ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും ഉണ്ടാക്കേണ്ടിയില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ കൂടെ തന്നെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബേക്കറി സ്റ്റൈലായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുത്തത്. ഇതിന് വെള്ളം കൂട്ടിയിട്ട് ഞാൻ കുഴച്ചെടുത്തതാണിത്. നല്ല ഹാർഡായിട്ട് കുഴച്ചെടുക്കുക. അതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം. തീരെ അയഞ്ഞു പോകാൻ പാടില്ല. നല്ല ഹാർഡായിട്ട് കുഴച്ച് വെക്കുക. 1/2 മണിക്കൂർ അത് മാറ്റി വെക്കുക. അപ്പോഴാണ് കറക്റ്റ് പാകമായി വരിക. അപ്പോൾ അത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഹാർഡായിട്ട് കുഴച്ച് വെച്ച പൊടി ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പാകമാണ് ഇതിന് വേണ്ടി കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കണത് ഓരോ ബോളായിട്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 10-600 സമൂസ ഉണ്ടാക്കാനുള്ള മാവാണിപ്പോൾ ഇത്. അപ്പോൾ അത് ഞാൻ വലിയ വലിയ ബോളായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കട്ടെ. ഞാൻ പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിപ്പോൾ ഞാൻ 8 ഉരുളാക്കി മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ അതിൽ നിന്ന് ഇനി ഓരോ ഉരുള എടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഭയങ്കര നൈസായിട്ട് പേപ്പർ പോലെ പരത്തിയെടുക്കണം, തീരെ കട്ടില്ലാണ്ട്. പിന്നെ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചപ്പാത്തിയിൽ മടക്ക് വീഴാൻ പാടില്ല. മടക്ക് വീണ് പോയാൽ പിന്നെ നമ്മൾ കൊയ്യട ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയിലിടുന്ന സമയത്ത് ആ മടക്ക് വന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് മടക്ക് വീഴാണ്ട് നന്നായിട്ട് നേരിയതാക്കി പരത്തിയെടുക്കുക കേട്ടോ. അതിൻ്റെ തിരിഞ്ഞ് കാണിച്ചു തരാം. കണ്ടോ, ഇത്രയേ തടിയതുള്ളൂ, ഭയങ്കര നൈസായിട്ട്. ഇപ്പോൾ ഞാനിവിടെ മുറിക്കുന്നത് ഇങ്ങനത്തെ ഒരു പുട്ടുംകുറ്റിൻ്റെ മൂടി വെച്ചിട്ടാണ്. ചെറിയ ടൈപ്പിലുള്ള ഇങ്ങനത്തെ ഒരു മൂടി വെച്ചിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. ഭയങ്കര ചെറുതായിരിക്കണം, ചെറിയ സൈസിലാണ് കൊയ്യട ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോൾ പരത്തിയത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരൊറ്റ ഉരുളയിൽ തന്നെ നമുക്കൊരു 10, 60, 75 ഒക്കെ കിട്ടും കേട്ടോ, ഒറ്റതിൽ തന്നെ. അപ്പോൾ അതാ ഞാൻ ഓരോന്ന് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണ് ഫില്ലിങ്ങിൽ വെച്ച് കൊടുക്കുക. അത്ര വെക്കാൻ പറ്റുള്ളൂ കേട്ടോ, കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. ഇത് കറക്റ്റാണ്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെള്ളം തൊട്ട് ഒട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് വെള്ളം തൊട്ടാലൊന്ന് വേഗം ഒട്ടിക്കിട്ടും, അതിനാണ് വെള്ളം തൊട്ട് കൊടുത്തത്. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി പിരി ഇട്ട് കൊടുക്കണം. അത് കൊയ്യടക്ക് നിർബന്ധമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു പിരിയിടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിരിയിടലിൽ ഞാൻ അങ്ങനെ എക്സ്പേർട്ടല്ല, വടകരൊക്കെ ഉള്ള ചെറിയ മക്കൾ വരെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈസി ആയിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു പിരിയിടൽ കേട്ടോ. ഞാൻ അത്ര ഇതല്ല, എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ മാക്സിമം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി അടുത്ത ഒന്നും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒന്ന് ഫില്ലിങ് വെച്ചിട്ട് വെള്ളം തൊട്ടിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിരിയിട്ട് കൊടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് കണ്ടോ, ഒരു വിരലിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഒരു ട്രയൽ ഒന്ന് മൈദപ്പൊടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരൊറ്റ ഉരുളയിൽ കിട്ടിയതാണ് കേട്ടോ, അത് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത രണ്ടാമത്തും പരത്തി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 8 ഉരുള ഞാനിപ്പം കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഇതിന് ആദ്യം ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് വാട്ടി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. വാട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെക്കുക, പകുതി വേവിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതാ ചൂടായ എണ്ണയിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് അപ്പം തന്നെ കോരി എടുക്കട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ സ്പീഡാക്കിയതല്ല, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇട്ട് അന്നേരം തന്നെ ഇത് കോരി മാറ്റാം. ഇതാണ് വാട്ടി വെക്കുക എന്ന് പറയുക. വാട്ടി വെക്കുക എന്ന് പറയുന്നത് നമ്മൾ പകുതി വെന്തിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണേനാണ് വാട്ടി വെക്കുക എന്ന് പറയുക. ഇതിനിങ്ങനെ കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് അതൊന്ന് പൊരിയാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ അത് കോരി മാറ്റുക. അതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ വടകരയൊക്കെ നോമ്പിന് ഇതിങ്ങനെ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുക, ആവശ്യത്തിനെടുത്ത് പൊരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നല്ല സുഖമാണ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ 2 രീതിയിലും ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊരിച്ച് കഴിഞ്ഞാലും ഇത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇങ്ങനെ വാട്ടി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം ഞാനിപ്പോൾ ഇവിടെ മാറ്റിയിട്ടുണ്ട്. പകുതി ഞാനിപ്പോൾ ഇങ്ങനെ വാട്ടിയതാണ് കേട്ടോ. അത് ഇങ്ങനെയാണ് ഇതുണ്ടാവുക. ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഒരു 6 മാസം വരെ ഇതൊരു ബോക്സിലോ കവറിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ 6 മാസം വരെ ഇത് നിൽക്കും കേട്ടോ. ഇതിൽ നിന്ന് ആവശ്യത്തിന് എടുത്തിട്ട് പൊരിച്ചാൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിൻ്റെ ഒരു വലുപ്പം കണ്ടില്ല, എത്രയും ചെറുതായിരിക്കണം. ഞാൻ ഉണ്ടാക്കി തന്നെ കുറച്ച് വലുതാണ്, ഇതിനെക്കാട് ചെറുതുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് കടലയൊക്കെ കഴിക്കുന്ന പോലെ ഒരൊറ്റ വായിക്കിടാനേ ഇത് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ കടലയൊക്കെ കുറിക്കുന്ന പോലെയാണ് ഇത് കഴിക്കാൻ വേണ്ടി പറ്റുക കേട്ടോ. അത്രയും ചെറുതാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെ വാട്ടി വെക്കുന്നത് കാണിച്ചു. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് പൊരിച്ചതിന് ശേഷം സ്റ്റോർ ചെയ്യാന്നുള്ളത്. അപ്പോൾ പൊരിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് 6 മാസം എന്നല്ല, 2 ആഴ്ച വരെ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വാട്ടി വെച്ച ആ ഒരു ഇതാണിത്, അത് ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് ഇപ്പോൾ ഇത് കേട്ടോ. വാട്ടി വെച്ച കൊയ്യട അതിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് മാറ്റി പിന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇടുന്ന 2 സമയത്ത് ഇടുന്ന സമയത്ത് എണ്ണയൊക്കെ കുടിക്കുമോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അതൊന്നുമില്ല കേട്ടോ, തീരെ എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല. നല്ല കറക്റ്റ് പാകത്തിലാണ് ഇത് വരിക. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മറ്റുള്ള സ്നാക്കൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ ഒരു മീഡിയം തീയിലിട്ടിട്ട് 2 ഭാഗവും നല്ല ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഒരു ഭാഗം ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഇത് തിരിഞ്ഞ് കിട്ടാനൊക്കെ കുറച്ച് പണിയാട്ടോ. നിറച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നിറച്ചെടുത്തിട്ടില്ല, കുറച്ചായിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു ഭാഗം ഒന്ന് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ അഥവാ മറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു കളറായിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കളറിൽ ആക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് കുപ്പിയിലിട്ട് വെച്ചാൽ 2 ആഴ്ച വരെയൊക്കെ ഈ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. നിങ്ങൾക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോയടല്ലേ, അതുപോലെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര ക്രിസ്പി ആവണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പൊടി കുഴയ്ക്കുന്ന സമയത്ത് ആ ഒരു എണ്ണ ചേർക്കണില്ലേ, എണ്ണ ചേർക്കാണ്ടിരുന്നാൽ മതി. എന്നാൽ പിന്നെ ഇത്ര ക്രിസ്പി ഒന്നും ആവില്ല. നമുക്ക് ആ പൊരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ. ആ ഒരു ടൈപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പൊടി കഴിക്കുന്ന സമയത്ത് എണ്ണ ചേർക്കാണ്ടിരുന്നാൽ മതി. ഇപ്പോൾ അത് ഞാൻ അടുത്ത ട്രിപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മറിച്ചിടാനൊക്കെ എളുപ്പമാണ്. അതവിടെ കറക്റ്റ് പാകത്തിൽ അവിടെ നിന്നോളൂ. അപ്പോൾ അതും ഇതാ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്, ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ കോരി മാറ്റാണ്. അപ്പോൾ ഈ ഒരു കോയട എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു സാധനം തന്നെയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളതാണ്. ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു കോയട എന്ന് പറയുന്നത്.
അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നുകൊണ്ട. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.